നോക്കാൻ പോണത് സെർവർ ടു സെർവർ സ്വിച്ച് ചെയ്യാനാണ്. സോ SSH കീ യൂസ് ചെയ്ത് സെർവർ ടു സെർവർ എങ്ങനെ സ്വിച്ച് ചെയ്യാമെന്ന് നോക്കാം. സോ എൻ്റെ കയ്യിൽ ഇപ്പോൾ 2 സെർവർ ഉണ്ട്, സെർവർ A ആൻഡ് സെർവർ B. സോ ഫസ്റ്റ് നമുക്ക് സെർവർ Aയിലേക്ക് ലോഗിൻ ചെയ്യാം. സോ ജസ്റ്റ് ഞാൻ കണക്ട് യൂസ് ചെയ്ത് ലോഗിൻ ചെയ്യാണ്. നമുക്ക് വേണമെങ്കിൽ തേർഡ് പാർട്ടി ടൂൾ പുട്ടി യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ടെർമിനൽ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ലോഗിൻ ചെയ്യാം. സോ ലോഗിൻ ആയിരിക്കുകയാണ്. ആൻഡ് ദെൻ അതിൻ്റെ പ്രൈവറ്റ് IP ആൻഡ് പബ്ലിക് IP ഇതാ. പബ്ലിക് IP ഇവിടെയുണ്ട്, പ്രൈവറ്റ് IP ഇവിടെയുണ്ട്. സോ പ്രൈവറ്റ് IP ആണ് EC2 യൂസർ ആമസോണിൻ്റെ EC2 യൂസർ ആയതുകൊണ്ട് ഇവിടെ കാണിക്കുന്നത്. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു SSH കീ ജനറേറ്റ് ചെയ്യണം. സോ SSH കീ ജനറേറ്റ് ചെയ്യാനുള്ള കമാൻഡ് ഞാനിവിടെ ടൈപ്പ് ചെയ്യാം, അത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. SSH-keygen. So hit enter and then again enter and again. ഓക്കെ, ഇപ്പോൾ ഇവിടെ 2 കീ ജനറേറ്റ് ആയിരിക്കണം. ഒന്ന് പബ്ലിക് കീ ആൻഡ് പ്രൈവറ്റ് കീ. സോ പബ്ലിക് കീ പറയുന്നത് IDRSA.pub, അതിലായിരിക്കും പബ്ലിക് കീ ഉണ്ടാവുക. ആൻഡ് IDRSAയിൽ പ്രൈവറ്റ് കീ ഉണ്ടാവും. സോ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ IDRSA.pub എന്നുള്ളതിൽ പബ്ലിക് കീനെ കോപ്പി ചെയ്തിട്ട് നമുക്ക് ഏത് സെർവറിലേക്കാണോ സ്വിച്ച് ചെയ്യേണ്ടത് ആ സെർവറിൻ്റെ ഉള്ളിലെ ഓത്തറൈസ്ഡ് കീയിൽ പോയിട്ട് പേസ്റ്റ് ചെയ്യണം. സോ അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് സെർവർ ടു സെർവർ ഈസി ആയിട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റുക. സോ നമുക്ക് ചെയ്യാം. സോ ഫസ്റ്റ് ഈ കീനെ കോപ്പി ചെയ്യണം. സോ ഇതാണ് പബ്ലിക് കീ. കോപ്പി ചെയ്തു. ആൻഡ് ദെൻ ഞാൻ സെർവർ B കണക്ട് ചെയ്യാൻ പോവാണ്. ls-la എന്ന് അടിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു .ssh എന്നുള്ളൊരു ഡയറക്ടറി. സോ ആ .ssh ഉള്ള ഡയറക്ടറിയിലേക്ക് കയറുക, ഓപ്പൺ ചെയ്യുക. ആൻഡ് ദെൻ അതിൽ ഓത്തറൈസ്ഡ് കീ എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഉണ്ടാവും. സോ ആ ഓത്തറൈസ്ഡ് കീ ഓപ്പൺ ചെയ്യുക. ആൻഡ് ദെൻ അതിൽ ഓൾറെഡി ഒരു പ്രൈവറ്റ് കീ ഉണ്ടാവും. സോ അത് റിമൂവ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് കോപ്പി ചെയ്ത സെയിം പ്രൈവറ്റ് കീനെ പേസ്റ്റ് ചെയ്യാം. ആൻഡ് ദെൻ സേവ് ആൻഡ് എക്സിറ്റ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. നമ്മൾക്കിനി ദിസ് ഈസ് സെർവർ A. സെർവർ Aയിൽ നിന്ന് സെർവർ Bയിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യാം. സ്വിച്ച് ചെയ്യാനുള്ള കമാൻഡ് SSH-username at പ്രൈവറ്റ് IP ഓർ പബ്ലിക് IP. പ്രൈവറ്റ് IP ആണെങ്കിൽ സെയിം VPC സെയിം നെറ്റ്വർക്കിൻ്റെ ഉള്ളിൽ വേണം. സോ നമ്മൾക്ക് പബ്ലിക് IP യൂസ് ചെയ്ത് സ്വിച്ച് ചെയ്യാം. സോ യൂസർ നെയിം വന്നിട്ട് EC2-user at server Bയുടെ പബ്ലിക് IP. So this is the public IP. And then paste. And yes. ദെൻ ഇപ്പോൾ സ്വിച്ച് ചെയ്തിരിക്കുകയാണ്. സോ ഇതിൻ്റെ പ്രൈവറ്റ് IP ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. സോ പ്രൈവറ്റ് IP ചെക്ക് ചെയ്താൽ 172.31-16-163. സോ നമ്മളുടെ പ്രൈവറ്റ് സെർവർ Bയുടെ പ്രൈവറ്റ് IP നോക്കി കഴിഞ്ഞാൽ സെയിം ആണ്, കണ്ടില്ലേ. സോ സെർവർ Bയിലേക്ക് സ്വിച്ച് ചെയ്തിരിക്കുകയാണ്. സെർവർ Aൻ്റെ പ്രൈവറ്റ് IP വന്നിട്ട് 172.31.29.176 ആണ്. സോ നമ്മൾ സ്വിച്ച് ചെയ്തിരിക്കുകയാണ്. സോ ഈ സ്വിച്ച് ചെയ്ത് വീണ്ടും പഴയ സെർവറിലേക്ക് പോകണമെങ്കിൽ ജസ്റ്റ് എക്സിറ്റ് അടിച്ചാൽ നമ്മൾ പഴയ സെർവറിലേക്ക് പോകും. കണക്ഷൻ ക്ലോസ് ആൻഡ് പഴയ സെർവറിലേക്ക് എത്തി. സോ ഇത്രയേ ഉള്ളൂ. സോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.